ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ശശാങ്ക മാഷ് എന്നെ അഭിനയത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചത് ശശാങ്ക മാഷാണ്. അതിന് നിനക്കൊന്നും അറിഞ്ഞിട്ടുണ്ടോ? ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മിസ്റ്റർ കലേഷ്, നിങ്ങൾ ഒരു നടനാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടൻ ആവുക തന്നെ ചെയ്യും. സീരിയസ് ആയിട്ടോ? പക്ഷെ നിങ്ങൾ മാത്രം ആഗ്രഹിച്ച പോരാ, നല്ലൊരു സംവിധായകനെ ആഗ്രഹിക്കണം, നല്ലൊരു തിരക്കഥാകൃത്ത് ആഗ്രഹിക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളൊരു നല്ല നടനാവുള്ളൂ. അപ്പൊ അങ്ങനെ അഭിനയ മോഹമുള്ള ഒരുപാട് പ്രേക്ഷകർക്ക് മുൻപിലാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്നത്തെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. അടിപൊളി. മാത്തു, ഇതിപ്പോ പറയുമ്പോ നമ്മുടെ ഈ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസ് ഇല്ലേ, അപ്പൊ അവരിൽ പലരും നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ജാടയിലൊരു. അപ്പൊ അതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ 2 ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് വിളിച്ചേ മതിയാവും. അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്നു ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലെ അഭിനയ കുലപതികൾ ടീം മധുര രാജ. ഹലോ, നമ്മുടെ താരങ്ങൾ എത്തിക്കഴിഞ്ഞു. അതെ, നിങ്ങളെ കുറിച്ച് ഇവിടെ പൊതുവായിട്ടുള്ള ആരോപണം കേൾക്കുന്നുണ്ടല്ലോ. എന്നെ കുറിച്ചോ? ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് പല ആൾക്കാർക്കും ഡേറ്റ് ഇല്ല, സിനിമ ഉണ്ടാവുമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ ഡേറ്റിലേക്കാണോ എന്റെ ഇത് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെറിയ സംശയം കേട്ടല്ലോ. സനുജ, ശരിയാണോ അതൊക്കെ? ഡേറ്റ് ഇല്ലാന്ന് ഒരിക്കലും പറ്റില്ല. എത്ര ഡേറ്റ് വേണേലും കൊടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ വിളിച്ചോട്ടു, സത്യമായിട്ടും 2 എണ്ണത്തിന് വിളിച്ചിട്ടുണ്ട്. എന്താവും അറിയില്ല. നമ്മുടെ ധ്യാൻ ശ്രീനിവാസ് അല്ലേ, ആളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ സെപ്റ്റംബറിൽ മൂവി തുടങ്ങുന്നുണ്ട്, അപ്പോ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ വെച്ചിട്ട്. അല്ലല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു വീട്ടിൽ അടി നടക്കും. ധ്യാൻ ശ്രീനിവാസന്റെ വീട്ടിൽ. പിന്നെ വിളിച്ചത് പട്ട പണ്ടൊരു മൂവി വരുന്നുണ്ട്, പട്ട. സണ്ണി ലിയോണും ശ്രീശാന്തും. അതിലേക്കും വിളിച്ചിട്ടുണ്ട്. സണ്ണി ലിയോണിന്റെ ഡൂപ്പ് ചെയ്യാമല്ലോ. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞപ്പോ ആദ്യം എന്നെ ആക്കുകയാണോ വിചാരിച്ചു. കിളി പോയി. പിന്നെ എനിക്ക് മനസ്സിലായി സണ്ണി ചേച്ചി. സണ്ണി ചേച്ചി മലയാളത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട് മനസ്സിലായി. ആദ്യം വിചാരിച്ചു ഹിന്ദി അങ്ങനെയൊക്കെ അഭിനയിക്കുള്ളൂ 36. അപ്പൊ ഇനിയിപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ നടക്കുവാണെങ്കിൽ സണ്ണി ചേച്ചി മിക്കവാറും റോക്ക് ആൻഡ് റോൾ വരാൻ ചാൻസ് ഉണ്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. സണ്ണി ചേച്ചി മിക്കവാറും റോക്ക് ആൻഡ് റോളിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ശ്രീജിത്ത് പറയുന്ന സമയത്തുണ്ടല്ലോ, ആ കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തള്ളി വരുന്ന 2 കണ്ണുകൾ കണ്ടായിരുന്നു. എന്താണ് ആക്രാന്തം? ഓ, പിന്നെ ആക്രാന്തം ആളല്ലേ മാത്തു, അതിലേക്ക് പോണ്ട. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നീ തന്നെ മാറിപ്പോകും. അപ്പൊ ഒരു പണിയാ, നമുക്ക് ഇവരെ സീറ്റിലേക്ക് ഇരുത്താം. അതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീം മധുര രാജ സീറ്റിലേക്ക് ഇരുന്നാലും. മാത്തു, ഇനി വരുന്നു നമ്മുടെ കുടുംബത്തിലെ നടന വിസ്മയങ്ങൾ, ടീം ദേവാസുരം.
എന്തായാലും പല ആൾക്കാർക്ക് ഇവിടെ സിനിമയിലേക്ക് വിളി വന്നു എന്നൊക്കെ കേട്ടു. സാജൻ ചേട്ടന്റെ ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രഭുദേവ വിളിക്കും. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ സീറ്റിലേക്ക് പോകോ. ടീം ദേവാസുരം. ഹലോ മാത്തു, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാം. ഇന്ന് നമ്മുടെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു മാണിക്യമാണ്, ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ആണ്, ജനകപുത്രിയാണ്. ആരാ? ജനകപുത്രി മൈഥിലി. കുറെ കാലത്തിന് ശേഷം കാണുകയാണ്. എന്തൊക്കെയാണ് മൈഥിലിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? മാത്തു അത് അറിഞ്ഞില്ലേ? അല്ല, മൈഥിലി പറയട്ടെ, നിങ്ങൾ പറയാം. അല്ല, ഇപ്പൊ അറിഞ്ഞ ന്യൂസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈഥിലി കൃഷിയിലാണ് ഇപ്പൊ ഒരു ഹൈ. ഐ ബിലീവ് ഇൻ ഫ്യൂച്ചർ ഈസ് അഗ്രികൾച്ചർ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കൃഷി? ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനല്ലേ ജീവിക്കുന്നത്? അതെ, അല്ലേ? ഞാൻ അങ്ങനെയാണ്. അപ്പൊ ഐ വോണ്ട് ടു മേക്ക് എ ഫുഡ് ഫോറസ്റ്റ്. അത് കൊള്ളാലോ. എന്താണ് കൺസെപ്റ്റ്? അത് സസ്റ്റൈനബിൾ വേ ഓഫ് ലിവിങ്. നമുക്ക് ശരിക്കും നാച്ചുറൽ റിസോഴ്സസ് നമ്മുടെ നേച്ചറിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്കത് യൂസ്ഫുൾ ആക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. ബട്ട് നമ്മളിപ്പോഴും ഡിപ്പെൻഡന്റ് ആണ്. വെരി കറക്റ്റ്. നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്തോ സസ്തനിയെ കൊണ്ടുള്ളത് പരിപാടി. എടാ, ഇത് സസ്റ്റൈനബിൾ വേറൊരു പരിപാടിയാണ്. ആ ഒരു പരിപാടി എന്താന്ന് ആദ്യം മലയാള അധ്യാപകൻ നിങ്ങൾ പറയും. അല്ല, എനിക്കും സത്യം അങ്ങോട്ട് കത്തിയില്ല. ഒന്നുകൂടെ പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത ഓർഗാനിക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലേ? അതാണോ ഉദ്ദേശിച്ചത്? എനിക്ക് ആദ്യത്തെ 3-4 പേര് മനസ്സിലായി. കാരണം വിജയുടെ പടത്തിൽ കേട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കിട്ടാത്തത്. കാരണം ഫ്യൂച്ചർ ഈസ് അഗ്രികൾച്ചർ. ശരി, എന്നിട്ട് ഇപ്പൊ എവിടെയാണ് അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നത്? എവിടെയാണ് ഈ കൃഷി തുടങ്ങിയിരിക്കുന്നത്? ശരിക്കും നമ്മളിപ്പം കൊടൈക്കനാലിലാണ് പ്രോപ്പർട്ടി. എന്റെ ബ്രദറും ഞാനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ആ പ്രോജക്റ്റ് ഓൺ ചെയ്യാൻ പോകുന്നത്. മൈഥിലി, നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് ഗെയിംസും പരിപാടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും വേണ്ടി കൂടിയാണ് നമ്മുടെ റോക്ക് ആൻഡ് റോളിലേക്ക് മൈഥിലിയെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പൊ സീറ്റിലേക്ക് പോവാം. താങ്ക് യു. രണ്ട് ടീമും പിന്നെ നമ്മുടെ മൈഥിലി കുട്ടിയും ഇവിടെ സെറ്റായി സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്ക് കടന്നാലോ? ഇനി നമ്മൾ ഹലോ, യെസ്, കം ഇൻ. ഏതോ വലിയ ടീമാണെന്ന് തോന്നുന്നു. പറഞ്ഞിരുന്നില്ലേ ഒരു സിനിമയുടെ ഓഡീഷൻ? പ്രൊഡ്യൂസർ വരുമെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറാണ് മനോജ് USA. മനോജ് പരുത്തിക്കാട് USA. ഇവരാണോ? അതെ, USA ലാണ്. ഇവരാണോ ഓഡിയൻസ് അല്ല സർ, ഓഡീഷൻ. ഓഡീഷൻ ഇവരാണോ? അതെ അതെ, ഇവരൊക്കെയാണ്. അവരെല്ലാവരും ആക്ടേഴ്സ് ആണ് സർ. ടാറ്റ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരൊറ്റ ഒരാള് പോരാ. പോരെ സർ? ഹലോ, ആ കുട്ടിയില്ലേ? ഏത്? ഈ ബ്ലൂ. ബ്ലൂ കളർ. ഓക്കെ, അത് സെലക്ട് ചെയ്തോ. അയ്യോ, ഓക്കെയാണ് സർ. ഒരു ചെറിയ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട്. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇതിന് മുമ്പ് ഒരാൾ വന്നിട്ട് സെലക്ട് ചെയ്തായിരുന്നു, ഒരു പ്രൊഡ്യൂസർ. പക്ഷെ ദേഹത്ത് തൊട്ട വഴിക്ക് ഒരു ഒറ്റ അടിയായിരുന്നു. കട്ട് ചെയ്തോ, എന്റെ പടത്തിലാ വന്നേക്കരുത്. എന്റെ 7 അയൽവക്കം വരും. കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ. അത് വേണ്ട. അല്ല, അതിന് മുമ്പേ ആ കുട്ടി നന്നായിട്ട് അഭിനയിക്കും. കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ. അല്ല, ദേഹത്ത് തൊടാണ്ട് ഇരുന്നാ മതി. അല്ല, കട്ട് ചെയ്തോ. കട്ടി വെറുതെ എന്തിനാ അടി അത് മേടിക്കുന്നത്? കട്ട് ചെയ്ത് സാർ തീരുമാനിച്ച പിന്നെ അത് തീരുമാനമാണ്. ആണോ? ആ, മാത്തു ഇതൊരു ഉടായിപ്പ് ടീമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. അല്ല, ഒന്നുമില്ല. എന്താ ഉടായിപ്പ് എന്നൊക്കെ പറഞ്ഞേ? അല്ല, എന്തോ പറഞ്ഞു. ഞങ്ങൾ ഉടായിപ്പ് ടീമൊന്നും അല്ല. ആരുടായിപ്പ്? മനോജ് പരുത്തിക്കാട് USA. ശ്രദ്ധിച്ച് സംസാരിക്കണം. ഞാനൊരു സിനിമ എടുക്കാൻ വന്നാണ് കേരളത്തില്. സത്യസന്ധമായിട്ടുള്ള സത്യസന്ധമായി നിങ്ങൾ ഒരുപാട് സിനിമാക്കാരെ പറ്റിച്ച സിനിമാക്കാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെയും സ്നേഹുട്ടീനെ അങ്ങനെ കരുതരുത്. കരുതരുത്. ദിസ് ഈസ് മൈ ഡയറക്ടർ. ഡയറക്ടർ. ഓ, ഡയറക്ടർ ആണല്ലോ. അതെ.
പക്ഷെ എന്തോ ഒരു കുഴപ്പം എവിടെയോ. എന്ത് കുഴപ്പം? അല്ല, നിങ്ങൾ prepared ആണോ? അല്ല, കുഴപ്പമുണ്ടാക്കിയത് ആരാ? നിങ്ങളല്ലേ കുഴപ്പമുണ്ടാക്കിയത്? ഞങ്ങളുടെ നായികയെ തട്ടിക്കൊണ്ടുവന്ന നിങ്ങളല്ലേ? ഇല്ല ആണ്. ഇവരൊക്കെ നമ്മുടെ സ്ഥിരം ആൾക്കാരല്ലേ, ഇവരൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ, ഇവരൊക്കെ ആരെയും തട്ടിക്കൊണ്ടുവന്നില്ല. അതെ, ഞാൻ പറയാ സംഭവം എന്താന്ന്. ഞങ്ങൾ നായികയായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് മൈഥിലിയാണ്. മൈഥിലായിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടിന് പോയ വഴിക്ക് ആ. ഞാനും സ്നേഹത്തും ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് പുറത്തിറങ്ങി. അതെ. ഒരുപാട് ഓഡിയൻസ് ഉള്ള കുട്ടിയല്ലേ, അദ്ദേഹത്തെ വണ്ടി തന്നെ ഇരുത്തി. ഏതോ ഉണ്ണിയോ ഇവിടെ ഏതോ ഒരു കോർഡിനേറ്റർ ഉണ്ണി, നമ്മുടെ കോർഡിനേറ്ററാ. അങ്ങനെ ഇവിടുത്തെയാണോ? ആ പുള്ളിക്കാരൻ വന്ന് വിളിച്ചോണ്ട് പോയിന്ന്. കൊണ്ടുവന്ന എന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഇത്രയും പ്ലാൻഡ് ആയിട്ട് ഒരാളെ കാണില്ല അല്ലേ സാർ? എല്ലാം ഇതെങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? ഞാൻ ശരിക്കും പറഞ്ഞ ഈ കുട്ടി ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു നോട്ടം അങ്ങ് ഇട്ടായിരുന്നു. ആ സമയത്താണ് കോഴിക്കോടുള്ള രഞ്ജിത്ത്, കോഴിക്കോടുള്ള ഒരു രഞ്ജിത്തില്ലേ ഒരു വലിയ ജുബയൊക്കെ ഇട്ടത്. നന്ദന സിനിമയൊക്കെ ചെയ്തേ. രഞ്ജിത്ത് സാറ്. നിങ്ങൾക്ക് മനസ്സിലാ പുള്ളി ഈ കുട്ടിയെ പായി പൊതിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞോണ്ട് പോയോ? മറ്റേ ഒരു കൊലപാതകം പാലേരി മാണിക്യം, സിനിമ. അതില് പായില് പൊതിഞ്ഞോണ്ട് പോയിട്ടാണ്. അപ്പൊ അതിനുശേഷം ഞാൻ നോക്കി പിന്നെ എങ്ങനെ ഈ കുട്ടിയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാട്ടില് വരികയാണ്, അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ. പ്രൊഡ്യൂസർ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. സംശയമുണ്ടോ? അത് ഡയറക്ടർ ആണോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയം. പ്രൊഡ്യൂസർ ആണോ സംശയമുണ്ടോ? ഈ മനോജ് പരുത്തിക്കാട് പ്രൊഡ്യൂസർ ആണോ? എനിക്ക് സംശയമുണ്ട്. തെളിവുണ്ട്. എന്താണ് നിങ്ങൾ കേരളത്തിലുള്ള മലയാളികള് പൈസ അമ്മ മാഗ്ദ കാശായിരിക്കും. കണ്ടോ? ഇതെന്താ ഇത് റംബുട്ടാൻ തേങ്ങ. 3 മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ സിനിമയുടെ പൂജ നടക്കാൻ പോവാണ്. കണ്ടോ? അല്ല സാർ ഇപ്പഴേ തേങ്ങ മേടിച്ചു വെച്ചോ? എന്റെ സ്നേഹൂട്ടി, 3 മാസം കഴിഞ്ഞ് ഇതിന് വല്ല GST ഒക്കെ പെടുത്തി പൈസ കൂടിയാലോ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കരുതി വെച്ചതാ. ഇന്ന് വൈകുന്നേരം കർപ്പൂരം മേടിച്ചു വെക്കും. കണ്ടോ? ഇത്രയും പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാ. പിന്നെ ഇനി എന്നെയാണോ നിങ്ങൾക്ക് സംശയം? എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഷോർട്ട് ഫിലിമിന് അവാർഡൊക്കെ കിട്ടിയ ഡയറക്ടറാണേ. എന്ത് ഷോർട്ട് ഫിലിമിന്? അയ്യോ അതൊന്നും പറയണ്ടേ. പറഞ്ഞുകൂടെ? ഒരു ഓണത്തുമ്പിയുടെ പുറകെ ഞാൻ 2-3 ദിവസം ഈ മൊബൈൽ ക്യാമറ ആയിട്ട് നടന്നു. 3-4 ദിവസം നടന്നു കേട്ടോ. അങ്ങനെ ആ വീഡിയോ ഒക്കെ കൂടി കട്ട് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇട്ടു. എനിക്ക് അവാർഡ് കിട്ടി. എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞാൻ അവാർഡ് കിട്ടി, ഡയറക്ടറുമായി, മൂപ്പരിന്റെ പ്രൊഡ്യൂസറുമായി. നമ്മുടെ സിനിമയുടെ കഥ എന്താണ്? അതായത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥയാ. പേരെന്താന്നറിയാവോ? വാഴക്കുഴിയിലെ കൊലപാതകം. വാഴക്കുഴിയിലെ കൊലപാതകം. അതെ, ഇത് ഒരു അച്ഛനും ഒരു മകനും. ഈ മോനാണെങ്കിൽ എന്ത് ചെയ്തിട്ടും അങ്ങ് വെടിപ്പാവണില്ല. ഈ ചെറുക്കന്റെ മോന്ത പോലത്തെ ഒരു കുരുത്തം കണ്ട ചെറുക്കൻ എന്ത് ചെയ്തിട്ടും ശരിയാവുന്നുമില്ല. മൊത്തം പ്രശ്നം. അങ്ങനെ അച്ഛൻ ഒരു ദിവസം സഹി കേട്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഓ നിന്നെയൊക്കെ ജനിപ്പിച്ചതിന് പകരം ഒരു വാഴ. അത്രേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് ഈ മോനിങ്ങനെ സ്തംഭിച്ചു നിന്ന് വിഷമായി തകർന്നു പോയി. അവ കരഞ്ഞു, ഭയങ്കരം കരഞ്ഞു. ആ വിഷമത്തിൽ അവൻ വീട് വിട്ടിറങ്ങി പോയി തൂങ്ങി മരിച്ചു. ഇതാണ് ഇന്റർവെൽ. പിന്നത്തെ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാല് ഈ മോനെ അടുക്കണ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് ഈ അച്ഛൻ തന്നെ ഒരു വാഴ വെക്കുക. തെങ്ങല്ലേ വെക്കണ്ടേ? വാഴയാണ് അച്ഛൻ വെച്ചത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കണക്ട് ചെയ്യൂ. നിന്നെ ജനിപ്പിച്ചതിന് പകരം ഒരു വാഴ. അതും ഇതും അച്ഛന്റെ പ്രതികാരം ഒക്കെ കൂടി കെട്ടുപിണഞ്ഞ് ഭയങ്കരമായ ഒരു കഥയാണ്. മിക്കവാറും നാഷണൽ അവാർഡ് വരെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ സാർ? അല്ലേ? ഇത് കേട്ട ഒരു സെക്കൻഡ് എടുത്തില്ല, അപ്പൊ തന്നെ അഡ്വാൻസ് ഞാൻ കൊടുത്തു. 101 രൂപ. ഈ കഥ കേട്ട പാടെ മൈഥിലിനെ ഞങ്ങൾ ബുക്ക് ചെയ്തു. ഇതിന് മൈഥിലിയുടെ റോൾ എന്താ? ഈ അച്ഛനും മകനും ആ കുരുത്തം കെട്ട ചെറുക്കന്റെ കാമുകിയായിരിക്കണേ. ടേണിംഗ് പോയിന്റ് ആയിരിക്കും കേട്ടോ, ടേണിംഗ് പോയിന്റ്. അതെ, ഈ വാഴയുടെ കഥയൊക്കെ ശരിയാവും. വാഴയുടെ കഥയൊന്നും ശരിയാവൂല മലയാളത്തില്. വാഴന് മാത്രം കുറ്റം പറയരുതേ. US-ൽ 2 വാഴക്കുല കടയുള്ള ആളാണ്. ശ്രീകൃഷ്ണ വാഴക്കുല, ന്യൂയോർക്ക്, മൻഹാട്ടൻ, പട്ടം 12, തിരുവനന്തപുരം. എന്തായാലും കല്ലു, ഇവരുടെ ഒരു മൊത്തത്തിലുള്ള രീതി നല്ല രസമുണ്ട്. അത് കാരണം കൊണ്ടേ നമ്മുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിയാലോ? നമുക്ക് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയാൽ പോരെ? അല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ.
പറ്റുള്ളൂ. സംഭവം ആ കൊച്ചിനെ കൊണ്ടുപോകാതെ എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ നായികയായിരിക്കണേ. മൈഥിലിക്ക് ഈ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നെ. ഓ, ശരിക്കും പറഞ്ഞ കാറിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. But it's a woman. I appreciate that. അഞ്ജലി മേനോനൊക്കെ പോലെ ഉറപ്പായിട്ടും ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവി എടുക്കാനുള്ളൊരു കാലിബർ ഒക്കെ ഉണ്ട്. പക്ഷെ കഥയൊന്ന് മാറ്റണം. കഥ മാറ്റി ഇപ്പൊ തന്നെ മാറ്റാം നമുക്ക്. അല്ല, ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നതാണ്. ഈ പടം ചെയ്താൽ വീണ്ടും ബ്രേക്ക് കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു അഭേദമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കഥയാണല്ലോ സാറിന്റെ പടം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അച്ഛനുമായിട്ട് അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു മാമിന്? എനിക്കോ? എനിക്കൊരു അടുപ്പില്ല. ഓ, എനിക്കറിയത്തില്ലാരോന്ന്. ഞാൻ അമ്മയടുത്ത് പോയി ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ ഒരുമാതിരി ഇങ്ങനെ കാണിച്ചിട്ട് ഓടിക്കളയും. അപ്പൊ മൈഥിലിയുടെ കൂടെ ഇവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും. അതെ, നമ്മളിങ്ങനെ ടീം മധുരരാജയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടം വരെ എത്തുന്ന സമയത്ത് ഈ ഡ്രസ്സിന് മാത്രം എന്തോ ഒരു ചെറിയ കുഴപ്പം തോന്നുന്നില്ലേ? എന്താ സംഭവം? ശരിയാണല്ലോ. സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സിലല്ലല്ലോ വരുന്നേ. അല്ല, ഞാനിപ്പോ ഈ സ്കൂൾ ഓഫ് ഡ്രാമ പരിപാടിയൊക്കെ ഉണ്ടേ. സ്കൂൾ ഓഫ് ഡ്രാമ തെളിയിച്ച് പറഞ്ഞു. സ്കൂളിൽ പോയി നാടകം കളിക്കും. അല്ല, അവന് നീ തെളിച്ച് പറഞ്ഞത് സ്കൂൾ ഓഫ് ഡ്രാമ. ഇപ്പൊ കറക്റ്റ്. ശരി. അതായതുകൊണ്ട് ഞങ്ങളെ വേഷവിധാനമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓ, കണ്ടാലും തോന്നുന്നുണ്ട് ഒരു അഭിനയ കളരിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ്. ആ താടിയും ആ വേഷവും, പക്ഷെ കയ്യിൽ ടാറ്റു അങ്ങോട്ട് ചേർന്നു. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഗസ്റ്റ് വന്നിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് ലുക്ക്? എങ്ങനെയുണ്ട്? ലുക്ക് പൊളിച്ചില്ലേ? അല്ല, ഈ സമയത്താണ് എപ്പിസോഡ് പകുതിയായല്ലോ. ബിഗ് മാറിപ്പോ ഇതല്ല നേരത്തെ വെച്ചത്. എടാ, ഞാൻ ഒരു വിഗ് വെക്കാനായിട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അത് ഇത്തിരി സ്പ്രേ അടിച്ച് ഞാൻ മതിലെ വെച്ചപ്പോ കാക്കൊത്തിക്കൊണ്ട്. അല്ല, ബൈച്ചേട്ടന്റെ വിഗാണ് കാക്കൊത്തിക്കൊണ്ട്. അപ്പുറത്തെ വീട്ടിൽ അഡ്വക്കേറ്റ് അങ്ങനെ നിക്കറാന്ന് പറഞ്ഞ് പുറകെ ഓടണം. അയ്യോ, മൈഥിലി വന്നോ? നമസ്കാരം, സുഖല്ലേ? ഇത് വിഗ് വെച്ചിട്ട് ആളെ അറിയുന്നില്ലല്ലോ. ഇത് വിഗല്ല, ഇത് ഞാൻ ഹെയർ മറ്റേ പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാ. എടാ അഖില്, നിന്നെ തിരക്കി ഒരു വയസ്സായിട്ടുള്ള ഒരു വല്ല ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച പിള്ളേരെ തന്തമാരായിരിക്കും. അങ്ങോട്ട് എന്നെ ഒന്നും പറഞ്ഞൊന്നും കൊടുക്കില്ല. ഞാൻ ഇവിടെ ഉണ്ടോ ഇങ്ങോട്ട് പറഞ്ഞാ ഒരു വയസ്സായുള്ള ഒരു മാഷ്. അതെ, അയ്യോ, ശശാങ്ക മാഷി. എന്റെ മാഷ്, എന്റെ ഇത് ആരെന്നറിയത്? ആരാണ്? ശശാങ്ക മാഷ്. എന്നെ അഭിനയത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചത് ശശാങ്ക മാഷാണ്. അതിന് നിനക്കൊന്നും അറിഞ്ഞൂടല്ലോ. അതല്ലേ പറഞ്ഞ, ആദ്യാക്ഷരം മാത്രമേ പഠിച്ചോളൂ, ബാക്കി പഠിച്ചില്ല. അതെന്താ മാഷ് ഇവന് ആദ്യാക്ഷരം മാത്രം പറഞ്ഞു കൊടുത്തേ? കുറച്ച് കാലമേ എന്റെ ശിക്ഷപ്പെട്ടുള്ളൂ. പിന്നെ കരപ്പനായിരുന്നു. അങ്ങനെ പിന്നെ ആ ക്ലാസ് മുടങ്ങി. എന്റെ മാഷ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? നാളേക്ക് ശേഷം ഞാൻ കാണുന്നതറിയോ? ഞാൻ തന്നെ ഈ മോനാണ് പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. ഈ മോനോ? സുകേഷ് കുട്ടൻ. ഏത് മോനാന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ. സുകേഷ് കുട്ടനാണ് പറഞ്ഞത്. സുകേഷ് കുട്ടൻ ആരാ? അല്ല, സുകേഷ് കുട്ടൻ എന്ന് പറഞ്ഞ ഇവിടെ ആരുമില്ല. അതായിരുന്നു. അല്ല, ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാ. പുള്ളി പോലും പുള്ളിയെ രഹസ്യമായിട്ടാണ് വിളിക്കില്ല, പരസ്യമായിട്ട് ഇവിടെ ആരും വിളിക്കില്ല. പുള്ളിയുടെ ശരിക്കുള്ള പേര് ബൈജു എഴുപതിനാണ്. പുള്ളി ആരോടെങ്കിലും പറയുന്നെങ്കിൽ സുകേഷ്. അല്ല, ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് എന്റെ പേര് സുകേഷ് കുട്ടനാണെന്നാണ്. അപ്പൊ ഞാനിവിടെ വന്നതിന്റെ ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ചാല് ഞാനൊരു വർക്ക്ഷോപ്പ് ഇടുന്നുണ്ട്. കുറെ ഞാൻ ലോജിക് ഇല്ലാത്ത ഡയലോഗ്സ് പറയരുത്. ഇത് വലിയൊരു പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലം. ഇവിടെ വന്നിട്ട് വർക്ക്ഷോപ്പ് ഇടാൻ പോവാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ. ഞാനൊരു വർക്ക്ഷോപ്പ് ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് പിള്ളേരെ വേണം. അല്ല, വർക്ക്ഷോപ്പും ഈ സ്ഥലവും തമ്മിൽ എന്താണ് ബന്ധം? മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ ആക്ടിംഗ് വർക്ക്ഷോപ്പാണ്. നിങ്ങൾ ആക്ടിങ്ങിലോ വെഞ്ഞാറമ്മൂടെ എവിടെ വർക്ക്ഷോപ്പ് കിട്ടോ? പക്ഷെ അഭ്യാസം നിങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഈ ആക്ടിങ് അഭിനയ വർക്ക്ഷോപ്പ്. ഓ, ആക്ടിങ്. ഓ, മനസ്സിലായി. സോറി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ അഭിനേതാക്കളാണല്ലോ. നിങ്ങൾ ഇങ്ങനെ അഭിനയിച്ചാൽ മതിയോ? നിങ്ങൾക്ക് സിനിമയിലെത്തണ്ടേ? ഒരു അവാർഡൊക്കെ മേടിക്കണ്ടേ? വേണം. അപ്പൊ നമ്മുടെ അഭിനയം ഒന്ന് പരിപോഷിപ്പിക്കുന്നതിന് ഒരു കളരി വേണം. അതിനുള്ള സാധനമാണ് ആക്ടിംഗ് വർക്ക്ഷോപ്പ്. അതെ, നമ്മൾ ഈ കാണുന്ന ഈ ചെമ്മീൻ മുതലുള്ള സിനിമകളിലെ വലിയ വലിയ താരങ്ങളില്ലേ, അവരെ എല്ലാവരും അഭിനയത്തിന്റെ ആദ്യാക്ഷരം പഠിപ്പിച്ച് സിനിമയിലോട്ട് ഇങ്ങനെ കയറ്റി വിട്ടത് ഈ നിൽക്കുന്ന ശശാങ്ക മാഷാണ്. പക്ഷേ
എന്റെ ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് അവിടെ പുള്ളിയുടെ അടുത്ത് എനിക്കൊരു കുറച്ചെങ്കിലും പഠിക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യമാണ്. പുള്ളി ഇവിടെ നിൽക്കേണ്ട ആളല്ല, നമ്മളിവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട ആളാണ്. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടോ ഡ്രാമ സ്കൂൾ അങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡ്രാമ സ്കൂൾ, സ്കൂൾ ഓഫ് ഡ്രാമ, തിയേറ്റർ, സ്റ്റേജ് നാടകം, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിലെ ആദ്യത്തെ ബാച്ചാണോ? ഏത് ബാച്ചാണ്? അതായത് പറഞ്ഞു അതൊരു ഉദാഹരണ അതൊരു ഉദാഹരണ സഹിതം പറഞ്ഞു തരും. ആദ്യത്തെ ബാച്ച് ഇതിന്റെ തുടക്കമില്ലേ, തുടക്കത്തിലെ ആൾക്കാർ സ്കൂൾ ഓഫ് ഡ്രാമ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു പുതിയ പേസ്റ്റ് മേടിക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ഫസ്റ്റ് വരും. ആ സ്റ്റേജിലാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യത്തെ ഏറ്റവും ഫസ്റ്റ്. ഞാൻ കുറെ നാളായിട്ട് ഇതെന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് കിട്ടി. എന്താണ് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. പൂത്തുമ്പി കുർളം മമ്മി എന്ന് പറഞ്ഞൊരു എന്താണ് ഈ പൂത്തുമ്പി കുർളം മമ്മി എന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാറുണ്ട്. ഇന്ന് എനിക്ക് കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് എവിടെ അത് ഓണ്ടിരിക്കുന്നു. എനിക്ക് അഭിനയം പഠിക്കണമെന്നുണ്ട്. നമുക്ക് വൈകിട്ട് വന്ന 2 അടിച്ചാലേ ഇയാൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓഹോ, എന്തായാലും നോക്കാന്ന്. കതിരെ കൊണ്ട് വളം വെക്കുന്ന പോലെ ആവുമോന്നാണ് എന്റെ പേടി. അപ്പൊ ഞാനിവിടെ വന്നെന്ന് പറഞ്ഞ ഒരു സന്തോഷമുണ്ട്. അതുപോലെ എന്റെ അഖിലിനെ, എന്റെ ശിഷ്യനെ കാണാൻ എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതിനേക്കാളും എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ശിഷ്യ. ഞാൻ ആ ശിഷ്യയുടെ പേര് ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. ഏത് ശിഷ്യ? ശിഷ്യ, നിങ്ങൾ മൈഥിലി എന്ന് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശിഷ്യ. മൈഥിലിയുടെ ഗുരുവാണോ? മൈഥിലിയുടെ ഗുരുനാഥനാണ്. ആണോ? ചോദിച്ചു നോക്കൂ. ശശാങ്ക മാഷിനെ അറിയോ? സാർ എന്നെ എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ വീട്ടിൽ വന്ന് ഒരു കവിത പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കവിത. എന്ത് കവിത? ആരണ്യാന്തരം. ആരണ്യാന്തരം കവിത എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മാഷിനെ എനിക്ക് ഓർമ്മയില്ല. മതി, കവിതയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. അത് പഠിപ്പിച്ചു തന്ന ആളാണ് ശശാങ്ക മാഷാണ് ഞാൻ. അതെ. മാഷാണോ അത് പഠിപ്പിച്ചേ? ഞാനാണ് പഠിപ്പിച്ചത്. പൊന്നി മറന്നുപോയല്ലേ? പൊന്നി എന്ത് പറഞ്ഞേ? പൊന്നി അത് മറന്നുപോയല്ലേ? പൊന്നി എന്നുള്ള പേര് എവിടുന്ന് കിട്ടി? ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ? ഞാനത് ആദ്യം സൂചിപ്പിച്ചതറിയോ? നിങ്ങൾ മൈഥിലി എന്ന് വിളിക്കുമായിരിക്കും, ഞാൻ പൊന്നി എന്നാണ് വിളിക്കുന്നത്. ഞാനൊരു ഓർമ്മ ചെക്കിയാണെന്ന് വിചാരിക്കരുത്. ആ കവിതയുടെ 4 വരി ഒന്ന് ചൊല്ലോ. ഈ പൊന്നി എന്നുള്ള പേര് കറക്റ്റ് ആണോ? മമ്മിയും പപ്പയും വിളിക്കുന്ന അങ്ങനെയാ വീട്ടിലെല്ലാരും. എന്തായാലും കവിത നമുക്കൊന്ന് കേട്ടോക്കാം. അഭിമാന നിമിഷമാണ് എനിക്ക്. കീച്ചങ്ങോട്ട്. അരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമീ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാ സാരം തേടിയലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം. എന്നെ മനസ്സിലായില്ലേ? എന്നാലും മാഷേ, നിങ്ങൾ എവിടെ വെച്ചാണ് നമ്മൾ കണ്ടത്? ഞാനൊരു കാര്യം പറയാം. ഒന്നുകിൽ ഈ മാഷെന്ന് പറഞ്ഞേക്കുന്ന ആള് ഫ്രോഡാണ്. അതെ. അതല്ലെങ്കിൽ പൊന്നി കള്ളം പറയുന്ന. എന്റെ പേര് കറക്റ്റാണ്, കവിത കറക്റ്റാണ്. അപ്പൊ എന്നെ ഓർമ്മയില്ലേ? ശരിക്കും എനിക്ക് ഓർമ്മയില്ല മാഷേ. നിങ്ങൾ പോയി. എന്തായാലും മൈഥിലിക്ക് അതൊരു വിധത്തിൽ ഓർമ്മയില്ല. നിങ്ങൾ എവിടെന്നോ കണ്ടുപിടിച്ചോണ്ടോ പേര് വെച്ചോണ്ട് എന്റെ കവിത അതെ, ഇതെന്താ സംഭവം? ഫ്രോഡ് കളിയാ. കാരണം ഇൻഫർമേഷൻസ് ഒക്കെ അവിടുന്ന് മനസ്സിലാക്കിയിട്ട് എവിടെന്നോ ഇവിടുന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തോ ഒരുമാതിരി ഫ്രോഡ് കളിക്കുക. ഇത് ഇവിടെ നടക്കൂല. ഇത് ഈ സ്റ്റേജിൽ നടക്കും. ഞാൻ ശിഷ്യനാണ്. ഞാൻ ഗുരുവാണ്. എന്നെ കൂടെ തെറ്റിക്കാത്ത ഞാൻ ഗുരുവാണ്. പ്രോഗ്രാം നടത്താൻ അങ്ങനെ പറയാം. അല്ല, ഞാനൊന്നും നിങ്ങളൊന്ന് പോ. ഇവിടെ കുറെ പ്രോഗ്രാം നടത്താനുള്ളതാണ്. ഒന്ന് പോ. അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ പോയേ. ശാന്ത പരിപാടി കാണിച്ചത് ഏത്? നിങ്ങൾ എന്തോ കാണിച്ചത്? നിങ്ങളിപ്പോ എന്നെ പഠിപ്പിച്ച ആളാണ്, എന്റെ വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങളായെങ്കിലും വേണ്ടപ്പെട്ട ആൾ ഈ ഫ്ലോർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് മൈഥിലിക്ക് അറിഞ്ഞൂടെന്ന് പറയുന്നു. എന്ത് മൈഥിലിക്ക് അറിയാമെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളെ പുള്ളിയുടെ തലയിട്ട് തട്ടിയതിന് ഇത് മോശമല്ലേ കാണിച്ചത്? രണ്ടു എടുത്തോളാ പറഞ്ഞത് മോശമായിട്ട് കാണിച്ചത്. അങ്ങനെ കാണിക്കരുത് ആരെടുത്ത്. പുള്ളിയെ അങ്ങനെ കാണുന്ന ഒരാളാണ് പുള്ളിയെ തലയിട്ട് തട്ടിയത്. ഞാൻ പറഞ്ഞു, ഞാൻ തരാം രണ്ടിനും. ആശാനെ, അല്ല അത് കുഴപ്പമില്ല. അത് അമ്മ കാണിച്ചത് മോശമായി പോയി. പോട്ടെ, അവർക്ക് അറിയാൻ മേത്തോണ്ട് പിള്ളേരല്ലേ. അല്ല, പിള്ളേരെന്ന് പറഞ്ഞാൽ അത് മോശമല്ലോ അമ്മ കാണിച്ചത്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്? അത് അവർക്ക് അറിയില്ലല്ലോ.
അവർക്കറിയില്ല നിങ്ങൾക്ക് എത്ര വർഷം നീ എക്സ്പീരിയൻസ്. ആ വിഷയം വിട്ടേ, നീ പോ. വിഷയം വിടണം, ഞാൻ എങ്ങനെ വിടുമെന്ന് പറ. മോനെ അഖിലേ, പോട്ടെ, വിഷയം വിട്ടേര്. പിള്ളേരല്ലേ, പുതിയ തലമുറയല്ലേ, എങ്ങനെ പ്രതികരിക്കും ഒന്നും പറയാൻ. അപ്പൊ നമ്മളങ്ങ് ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. ഇല്ലില്ല, 45 വർഷം എക്സ്പീരിയൻസ് മലയാള സിനിമയിലുള്ള ഒരു അതൊന്നും അറിയണമല്ലോടാ. നാടക കുലപതി. അത് കൊള്ളാം. എന്റെ തലയെ തട്ടിയിട്ട് തള്ളിയില്ലേ? ഓ, ഫ്ലോറിൽ പെരുമാറണേ, ഇറങ്ങി പോണോടുന്ന്. അഖിലേ വിളിച്ചോണ്ട് പോടാ അഖിലേ. പോലെ 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 എന്ത് എന്തിനാണോ വിളിച്ചത്? എന്തിനാ നീ എന്നെ വിളിച്ചത്? മറ്റത് പറഞ്ഞു. വന്ന് പറഞ്ഞിട്ട് പോ. എന്നോട് പറഞ്ഞ അങ്ങോട്ട് വരത്തില്ല, നീ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോടാ. നീ എന്നെ തല്ല വിളിക്കാനാണോ? അല്ലല്ലേ, എന്നെ പട്ടിയെ പോലിട്ട് തല്ലുന്നു, നീ പഴം പോലെ നോക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എത്ര ബോധമുണ്ട് ആശാൻ? ഞാൻ 100 തവണ പറഞ്ഞില്ല, അത് കൗത്തുകൾ പിള്ളേരല്ലേ, വീടില്ലാത്തോട്ട് പറഞ്ഞാണെന്ന്. ഞാനത് പോയതല്ലേ. ഞാൻ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എത്ര ബോധമുണ്ട്? ഒരു പരിപാടിയിൽ ആങ്കർമാരെ പോയി അടിക്കുക എത്ര ബോധമുണ്ട്? നിങ്ങൾക്ക് എത്ര ബോധമുണ്ട്? അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു തമാശ പറഞ്ഞപ്പോൾ ചാടിക്കരുത്, അവരെ തലക്കിട്ട് തട്ടേണ്ട വല്ല ആരോടാ നിങ്ങൾക്ക്? ഞാൻ എന്താ പറഞ്ഞു നിങ്ങളുടെ 45, നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? 45 വർഷം എക്സ്പീരിയൻസ്. പോട്ടെ, ഈ വിക്കിന്റെ വാടകയെങ്കിലും നീ കൊടുക്കണം. നമ്മളിനി നേരെ ഒരു മത്സരത്തിലേക്ക് കടക്കാനായിട്ട് പോവാണ്. ഇനി ബാക്കിയെല്ലാം പ്രവൃത്തിയിലാണ് കാര്യം. അതോ യെസ് കല്ലു, നന്നായിട്ട് മുറുകി നിന്നോ. അതാണ് ഇനിയാണ് ഗെയിം നടക്കാൻ പോകുന്നത്. വെറും ഗെയിം അല്ല, പിരിമുറുക്കം നിറഞ്ഞൊരു ഗെയിം. പിരിമുറുക്കം നിറഞ്ഞൊരു ഗെയിമാണ്, അതുപോലെ തലകറക്കം നിറഞ്ഞൊരു ഗെയിമും കൂടിയാണ്. യെസ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ചാർലി ചാപ്ലിൻ സിനിമയിൽ മോഡേൺ ടൈംസിലൊക്കെ ഈ യന്ത്രത്തിന് പകരം മനുഷ്യർ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ചാർലി ചാപ്ലിൻ ഈസി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു യന്ത്രമായിട്ട് കണക്കാക്കാം. ഒരു ടീമിൽ നിന്ന് 2 പേര് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇത് വിജയിക്കാൻ പറ്റും. അതായത് ഇതിന്റെ ഗെയിമിന്റെ റൂള് വളരെ സിമ്പിൾ ആണ്. അവിടെ ഇരിക്കുന്ന ബോള് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ബക്കറ്റിലേക്ക് അത് എത്തിക്കുക. അതെ, ഇവിടെ ഇരിക്കുന്ന ബോൾ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് കറങ്ങുക. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് ഇത് വെച്ചു കൊടുക്കുക, എന്നിട്ട് ടൈറ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് മാത്തൂലേക്ക് എത്തും. എന്നിട്ട് അടുത്ത ബോളും ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഈ ബോൾ കയ്യിലെടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കറക്കം കൂടെ കഴിയുമ്പോൾ ഇത് അവസാനിക്കുന്നതാണ്. ശരി, ഇതാണ് മത്സരം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ കറക്കി തിരിക്കാനായിട്ട് പറ്റൂല. എങ്ങാനും ഇങ്ങനെ കുറച്ച് താന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതൊരിക്കലും ഇത് വെച്ചിട്ട് ഒരു ഇല്ലായ്മ കളി കളിക്കരുത്. നമുക്ക് ആദ്യം ഏത് ടീമാണ് ഇതിനകത്ത് വരുന്നത്? കൈപൊക്കി. ഏത് ടീം? മധുരരാജ ടീമിൽ നിന്ന് വരാൻ പോകുന്നു വരദ ആൻ ശ്രീജേ. രണ്ട് മിനിറ്റാണ് നിങ്ങൾക്കുള്ള സമയം. വരദയുടെ ബക്കറ്റിൽ നിന്നും എത്ര ബോളുകൾ ശ്രീജിത്തിന്റെ ബക്കറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഗെയിം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ബോളുകൾ. അപ്പൊ നമ്മൾ മത്സരം ആരംഭിക്കുകയാണ്. വെച്ചോ. അയ്യോ തലകറങ്ങി. 1. നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഇത് നഷ്ടപ്പെടും കേട്ടോ, ബോൾ നഷ്ടപ്പെടും. വേഗം സമയം പോയി. കൈകൊണ്ടിട്ടുണ്ടത്. പക്ഷെ ബോൾ ഇവിടെ വരുന്നില്ല കേട്ടോ. നിന്റെ പൂത്തിരി ഇപ്പൊ കറങ്ങും. ബോള് വരുന്നില്ലെന്നോ? ഇത് പിടിക്കാൻ പറ്റുമോ? ടൈറ്റ് ആക്കി
റൈഡ് മാറിയാലോ? മാത്തു കയ്യിന്ന് പോയി പക്ഷെ പള്ളിന്ന് പോയി അയ്യേ തുറന്നു സമയമുണ്ട് നമ്മളൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ അപ്പുറം നിൽക്കട്ടെ. ഒരു കാര്യമില്ല, അവസാനത്തെ 20 സെക്കൻഡ് അത് വലിച്ചു പിടിക്കണം. നീ ഒരു മയത്തിലൊക്കെ പോ. അതെ, സത്യത്തിൽ ശ്രീജിത്തിന്റെ ആക്രാന്തത്തിനത് പറ്റിയ കേട്ടോ. അല്ല, അതെന്താ പ്രശ്നം അറിയാമോ? അതെ, അത്ര ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങിയാലാണ് ബോൾ വരണ്ടേ. അല്ല, ഇത് അത്രയും ഫാസ്റ്റ് ആക്കണ്ട. നീ മറ്റേ അരിയാട്ടുന്ന പോലെയാണല്ലോ ഈ പരിപാടി. മാത്തു, മനുഷ്യൻ യന്ത്രത്തെ പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെയിം കണ്ടുപിടിച്ചത്. എന്നിട്ട് 2 മിനിറ്റിൽ ഈ 2 പേരും കൂടെ ഇട്ടത് 2 എണ്ണം. നല്ല പ്രാസമല്ലേ? ഒരു പണി, രണ്ടും കൂടി അവിടെ പോയി. അടുത്തതായി മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് നമ്മുടെ അർജുൻ അനശ്വതി. Your time starts now. പതുക്കെ മതി. ലൂസ് ആക്കരുത്. വലിഞ്ഞോ വലിഞ്ഞു നിൽക്കേ. കറങ്ങിക്കോ. പതുക്കെ കറങ്ങിയാ മതി. ആ, തറയെ പോരുത്. ആ, 2 എണ്ണം ഇട്ടു. പതുക്കെ. മതി 3 എണ്ണം മതി. നിങ്ങൾ വിജയിച്ചു. ആവശ്യമില്ല. 3 റൗണ്ട് മത്സരങ്ങളിലെ ഏറ്റവും ആദ്യത്തെ മത്സരം മാത്രമാണ് ഇപ്പോൾ ടീം ദേവാസുരം വിജയിച്ചത്. ഇനി 2 റൗണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് 2ാമത്തെ റൗണ്ടിൽ. കംപ്ലൈന്റ് അല്ല, ഇതിലും നല്ലതെന്ന് പറയുന്ന നേരത്തെ ആ ബക്കറ്റിൽ നിന്ന് 2 ബോൾ എടുത്ത് അപ്പുറം സ്പീഡിൽ കറങ്ങണല്ലേ ഇവിടുത്തെ മത്സരം. അതായത് ബോൾ അവിടെ ഇടണേണ്. അല്ല, ഗെയിം എന്ന് കേൾക്കുമ്പോഴേ നിനക്ക് ഭ്രാന്താണ് അതിന്റെ പ്രശ്നം. ഇനി 2 കളി കൂടെ 2 പ്രാവശ്യം കൂടെ നമുക്ക് ജയിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ പോയിരുന്നോ? ഹലോ മാത്തു, ആദ്യ റൗണ്ട് മത്സരം അവസാനിക്കുന്ന സമയത്ത് ടീം ദേവാസുരമാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി 2ാം റൗണ്ട് മത്സരത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ തവണ നമ്മുടെ കൂട്ടത്തിൽ മത്സരിക്കാനായിട്ട് വരുന്നു സനുജ ആനാഖിൽ. വാശിയേറിയ റൗണ്ട് തുടങ്ങുകയാണ്. ടീം മധുരരാജയാണ് തുടങ്ങുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡ് കറങ്ങടാ. അതിലേ കൂടെ അല്ല, അപ്പുറത്തൂടെ ഇതിലേ കൂടെ അല്ല, ഓപ്പോസിറ്റ് കറങ്ങടാ. അഖില് ലെഫ്റ്റും മറ്റേ റൈറ്റും. ഇവിടെ പറ്റൂല, അത് പറ്റൂല. അവിടെ കറങ്ങി വരണം. ഒരു പറ്റായില്ല. കറങ്ങി വരണം. അതും വീടില്ല. അതൊരു പരിപാടിയാണ്. വലി അങ്ങനെ പോകും. സാധാരണഗതിയിൽ നമ്മൾ ഒരു ടീം തോറ്റു എന്നാണ് പറയാ. പക്ഷെ ഈ കളിയിൽ മധുരരാജ തോക്കല്ല ചെയ്തത്, തോറ്റമ്പി. പെങ്കുച്ച അങ്ങോട്ട് പോ. അതിലാണ് എന്റെ ഇത് പോണത്. ഞാൻ പിന്നെ എവിടെ ശ്രദ്ധിക്കും? അങ്ങോട്ട് പോ.
മൈഥിലി എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എന്നാലും ആ കുട്ടിനെ കൊണ്ട് ആ 2-3 ബോളെങ്കിലും അതിനകത്ത് ഇടിക്കാൻ വയ്യായിരുന്നു. ഇത് എന്ത് മൈഥിലി, ഞാനോ മണ്ടൻ, എന്റെ ടീമിലുള്ള എല്ലാം മണ്ടൻ. 3 റൗണ്ട് മത്സരത്തിൽ ആദ്യത്തെ 2 റൗണ്ടിലും ഒരു മര്യാദ ഇടാൻ പറ്റാണ്ട്. ഇത് ഇപ്പിളി കറക്റ്റ് അല്ലായിരുന്നു. ഇത് ആണുങ്ങളുടെ സ്വഭാവമാണ് കുറ്റപ്പെടുത്തുന്നത്. ഇത് വന്നൊന്ന് കളിച്ചു നോക്കാം, അപ്പൊ അറിയാം. അതെ മൈഥിലി കളിക്കും. വന്നൊന്ന് കളിച്ചു നോക്കും. ഒരു റൗണ്ട് മത്സരം കൂടി ബാക്കിയുണ്ട്. ആ റൗണ്ടിൽ ഒരൊറ്റ ബോൾ ഇടാനായിട്ട് ടീം ദേവാസുരത്തിന് കഴിഞ്ഞാൽ ഈ മത്സരത്തിന്റെ വിജയികളായി നമ്മൾ ദേവാസുരത്തിനെ തെരഞ്ഞെടുക്കും. അതിനു വേണ്ടിയിട്ട് ദേവാസുരം ടീമിൽ നിന്ന് വരാനായിട്ട് പോകുന്നു ഹർഷാൻ സാജൻ. കല്ലു, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ടൈം സ്റ്റാർട്ട് നൗ. ഒരു ബോളെങ്കിലും ഇട്ട് പതുക്കെ മതി 2 മിനിറ്റ് ഉണ്ട്, അത്യാവശ്യമൊന്നുമില്ല. ബോൾ തറയെ പോരുത്. അപ്പൊ വിജയിച്ചിരിക്കുന്നു ടീം ദേവാസുരം. തോറ്റമ്പിരിക്കുന്നു ടീം മധുരരാജ. ഒന്നും കൂടെ ആടിയോ? എപ്പോഴത്തെയും പോലെ ഈ വട്ടവും തോറ്റമ്പിരിക്കുന്നു ടീം മധുരരാജ. ഈ റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ഒരു സെലിബ്രിറ്റി വരുമ്പോ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കേണ്ടത്. യെസ്, അപ്പൊ റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ഇനി വരാൻ പോകുന്നത് മൈഥിലിയാണ്. മൈഥിലിക്കുള്ള ഗെയിംസ് ആണ്. കമോ നമ്മൾ LED വാൾ ഒരു ചെറിയ വിഷ്വൽ പ്ലേ ചെയ്യും. ആ വിഷ്വൽ പ്ലേ ആവുന്ന സമയത്ത് അതിലുള്ള എല്ലാ എലമെന്റ്സും നന്നായിട്ട് നോക്കി കാണും. അവരുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ആയിരിക്കും, അതല്ലെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ കാര്യത്തിലായിരിക്കും. എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് കാണും. ചിലപ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും, അതിനകത്ത് കേൾക്കുന്ന പാട്ടായിരിക്കും, എന്തെങ്കിലും അതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞിട്ട് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ കൈയടിക്കും, തെറ്റായി കഴിഞ്ഞാൽ നമ്മൾ കൂവും. നമുക്ക് മത്സരം തുടങ്ങാം. റെഡി? വിഷ്വൽ വരട്ടെ. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്, അങ്ങോട്ട് ചോദിക്കേ. ഈ സീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമാണ് വരാൻ പോകുന്നത്. നന്നായിട്ട് കണ്ടല്ലോ? നന്നായിട്ട് കണ്ടല്ലോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ സീൻ എല്ലാരും കണ്ടിട്ടുണ്ട്, പലരും ഇത് പറയുന്നതുമാണ്. അതിനകത്ത് ആ അമ്മാവനില്ലേ, എന്റെ അമ്മാവൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, അപ്പൊ ഞാൻ പറയാം താൻ ആരാണെന്ന്. ഇതില് എത്ര തവണ താൻ വരുന്നുണ്ട് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. 4, 5. ഇനി ഒന്നുകൂടെ പറയാം. തെറ്റി. താൻ ആരാണെന്ന് തനിക്ക് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ഞാൻ തനിക്ക് പറഞ്ഞുതരാം താൻ ആരാണെന്ന്. എത്ര കിട്ടി? 6. ഇപ്പൊ 6 എന്നാണ് ആൻസർ പറഞ്ഞത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ വിഷ്വൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. ഇതിൽ അമ്മാവൻ എത്ര താൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 5 അല്ല, 6 അല്ല, എത്ര പറഞ്ഞേ? 7 അല്ല, 8 ആണ്. അപ്പോ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് 2 ടീമുകളുടെ വകയായിട്ട് എനിക്കൂടെ പോവാവോ? ഇപ്പോഴാണ് നമുക്ക് പറ്റൊരു അരയെ കിട്ടിയത്.
അങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം ആണ്. മൈൻഡ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിഷ്വൽ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണിക്കും. ആ ഫോട്ടോയിൽ അവർ പരസ്പരം സംസാരിച്ചിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് നമ്മൾ ആഡ് ചെയ്യണം. നമ്മളത് പറയണം. ഒരു സ്റ്റില്ലായിരിക്കും കാണിക്കുന്നത്. അതെ. മൈഥിലിക്കുള്ള ചോദ്യം ഇതാണ്. ഈ സമയത്ത് അമിതാഭ് ബച്ചനോട് നരേന്ദ്രമോദി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും? കോവിഡ് ആയിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ചില്ല് ചെയ്തിരിക്കുന്നതായിരിക്കും ബ്രോ നല്ലത്. അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവോ? നമുക്ക് നോക്കിയാലോ? അതെ, ഒരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ട് തരാം. അപ്പൊ ഇതേപോലെ തന്നെ സൗണ്ടിനൊന്ന് ഡബ് ചെയ്യണേ. ഒന്ന് ഡബ് ചെയ്യണം. ഇതെന്താണ് ബ്രോ, കോവിഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാല് സീനാണ്. അപ്പം ബെറ്റർ ടു ബി അറ്റ് ഹോം, സേഫ്. അതായിരിക്കും പറയുന്നത്. ഓക്കെ, ശരി, താങ്ക് യു. ആ തൊണ്ടേന്ന് എവിടെ നിന്നാണ് ഈ ശബ്ദം മുഴുവൻ വരുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവര് രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അങ്ങനത്തെ വലിയ രണ്ട് ആൾക്കാരാണ്. അപ്പൊ ഈ കൂട്ടത്തിലെ ഏറ്റവും നന്നായിട്ട് ആ രണ്ടുപേരെ മനസ്സിലാവുന്ന ഒരു വലിയ ആളുണ്ട്. അത് നമ്മുടെ പ്രൊഡ്യൂസർ ആയിരിക്കും. പ്രൊഡ്യൂസർ, എന്തായിരിക്കും അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവുക? ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത്, അമിതാഭ് ജി 2000 നോട്ടുണ്ടി മാറ്റിക്കോ, ഓണത്തിന് നിർത്താൻ പോവുക. അയ്യോ മുത്തേ, സോറി. നമുക്ക് ഇനി അടുത്ത ഗെയിമിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മളൊരു വിഷ്വൽ ഇതേപോലെ തന്നെ LED കാണിച്ചു തരും. ആ സീൻ അങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്താൽ മാത്രം മതി. മൈഥിലിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഓഡിഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഇമിറ്റേറ്റ് ചെയ്യണം. ഇപ്പൊ മൈഥിലി എന്ന് പറയുന്ന പേരിട്ടത് രഞ്ജി സാറാണ്. അപ്പൊ ആ സമയത്ത് രഞ്ജി സാർ എന്താണ് ഏറ്റവും ആദ്യമായിട്ട് ഈ മൈഥിലി എന്ന് പറയുന്ന പേരാണ് നിന്റെ പേര് എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ആ സീൻ എങ്ങനെയായിരുന്നു ഒന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന പേരെന്തായിരുന്നു? ബ്രൈറ്റി. ഈ ബ്രൈറ്റി എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് മൈഥിലി ഏറ്റവും ബ്രൈറ്റി. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് ബ്രൈറ്റ് കേക്കാണ് ഇനി മുതൽ അങ്ങോട്ട് എന്റെ പേരെന്ന് പറയുന്നത് മൈഥിലി എന്ന്. അതെങ്ങനെയായിരുന്നു രഞ്ജിത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? കോഴിക്കോട് പാലരുമാണിക്യത്തിന്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആരൊക്കെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അതിനകത്ത് ചെയ്യുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടില്ല. അപ്പം ജസ്റ്റ് വർക്ക്ഷോപ്പ് മാത്രം ചെയ്തോണ്ടിരിക്കുകയാണ് മുരളി സാറ്. വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തൊരു 5 days കഴിഞ്ഞു. അപ്പോഴാണ് ചേട്ടനും ഞാനും കൂടെ വർക്ക്ഷോപ്പിന് അവിടെ ചെല്ലുന്നത്. വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സാറ് പറഞ്ഞു നമുക്ക് പേര്, ബിക്കോസ് അവരുടെ അടുത്ത് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ബ്രൈറ്റി എന്നാണ് പേരെന്ന്. സോ വി നീഡ് ടു put some new name because all the media ആൾക്കാരെല്ലാം വരുന്നുണ്ട്. അപ്പം we need to give you a name, we need to announce it. ഇപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കുറെ പേരുകൾ പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ മൈഥിലി എന്ന് പറഞ്ഞു. മൈഥിലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം അങ്ങനെയാണ്. എന്താണ് കറക്റ്റ് എന്നിട്ട് പറഞ്ഞത്? ബ്രൈറ്റിയെ നോക്കി മൈഥിലി. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു സാർ എന്നെയും കാട്ടിൽ ഉപേക്ഷിക്കപ്പെടുവോ, ഞാനും അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ സാർ ഇങ്ങനെ ചിരിച്ചു. ഉപേക്ഷിച്ചില്ല. പക്ഷേ ഉപേക്ഷിച്ചില്ല. പാലേറും നാടായ പാലേരിയിൽ അത് മാണിക്യം പുനർജനിച്ചു. എങ്ങനെയുണ്ടായിരുന്നു മൈഥിലി ഞങ്ങളോടൊപ്പം? രസമുണ്ടായിരുന്നു. മട്ടപ്രാന്തിന്റെ കൂടെ. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നമ്മൾ ഏത് വാക്കാരും ചെയ്ത് ഇതിനു മുന്നേ? നമ്മൾ സോൾട്ട് ആൻഡ് പേപ്പർ ചെയ്തിരുന്നു. സോൾട്ട് ആൻഡ് പേപ്പറിൽ പൈസ റോൾ ഏതായിരുന്നു? ആ സോൾട്ട് ആൻഡ് പേപ്പറിലെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? അല്ല, എപ്പ വന്നു സോൾട്ട് ആൻഡ് പേപ്പർ പലതവണ കണ്ടിട്ടില്ലേ? എപ്പോഴാ ബൈച്ചേട്ടാ അതിനകത്ത് വരുന്നത്? പറ. അല്ല, എനിക്ക് ഇത് മാറ്റിയല്ലേ പറയാൻ പറ്റത്തില്ല. പൊളിറ്റിക്കൽ വിഗ് മാറ്റി ഉപ്പന്റെ മോൻ. ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ വന്നതിലും ഇത്രയും ഗംഭീരമായിട്ട് നമ്മുടെ ഓളത്തിനനുസരിച്ച് നിന്ന് പൊളിച്ചതിലും. ഞങ്ങള് കുറച്ച് കിളിപോയ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഈ കിളിപോയ ആൾക്കാരെ കൂട്ടിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. സ്വന്തം വീട്ടിലേക്ക് ഒരാൾ തിരിച്ചു വന്ന് കയറിയ ഫീലിംഗ് ആണ് മൈഥിലി വന്നു കഴിഞ്ഞപ്പോ. കിളിപോയ കുറെ മനുഷ്യർക്കൊപ്പം കിളിപോയ എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.